അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വീട്ടിലുണ്ടാവുന്ന മുട്ട്, കല്ലേറ് ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ കൂടിയാണ് നമുക്ക് പറയാനുള്ളത്. അതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വീട്ടിൻ്റെ ഉണ്ടാകുന്ന ശബ്ദങ്ങൾ, ചില മുട്ട് പോലെ ശബ്ദം, അടിയിലെ ശബ്ദം, അതേപോലെ വീട്ടിൽ നിന്ന് ഇങ്ങനെ കല്ലെറിയുന്ന പോലത്തെ ശബ്ദം, ആരെങ്കിലും മുട്ടിക്കൊണ്ടിരിക്കുന്ന ശബ്ദം, ഇങ്ങനെയൊക്കെ ശബ്ദങ്ങൾ ചില വീടുകളിലുണ്ടാവും. അത് പൈശാചിക പ്രശ്നങ്ങളാണ്, അതെന്താ ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് അങ്ങനെയല്ല. അങ്ങനെ ഉണ്ടാവുന്നു എന്ന് നമുക്ക് സ്ഥിരമായിട്ട് തോന്നിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അങ്ങനെ എല്ലാവർക്കും അനുഭവം ഉണ്ടെന്ന് എല്ലാവരും പറയാം. പക്ഷേ ആ വീട്ടിലൊരു പ്രശ്നങ്ങളുമില്ല. അതിനെക്കുറിച്ചാണ് നമ്മൾ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ എൻ്റെ അടുത്തൊരു 3-4 മാസം മുമ്പ് കുറച്ച് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ പ്രശ്നം എന്ന് വെച്ചാൽ, അപ്പോൾ അവിടെ കല്ലേറ് പോലെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായി. കല്ലിങ്ങനെ വന്ന് വീഴുന്ന ശബ്ദം. ഒരു ദിവസം ഒരു സ്ത്രീ അത് കേട്ടു. അവർ പിന്നെ രണ്ടാമത്തെ ദിവസം അവർക്ക് അത് കേട്ടതായി തോന്നി. അങ്ങനെ പിന്നെ അവർ ആ റൂമിൽ തന്നെ നിന്നിട്ട് വേറൊരാളെ ഫോൺ ചെയ്ത് പറഞ്ഞു. അവർ വന്നു, എന്നിട്ട് വീടിൻ്റെ ചുറ്റും നോക്കി. അപ്പോൾ അവിടെ ഇവിടെ ഇല്ല. അങ്ങനെ ഇവർക്ക് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം അവർക്ക് ആരോ ഇങ്ങനെ വീട്ടിൻ്റെ മേൽഭാഗത്തൂടെ നടന്നു പോണ പോലെ തോന്നി. അവർ ഇതേപോലെ ഫോൺ ചെയ്തു. ആളുകളൊക്കെ വിളിച്ചു വരുത്തി. അപ്പുറത്തെ വീട്ടിലൊക്കെ തിരഞ്ഞു. ഇവർക്ക് ചാടിപ്പോയി എന്ന് തോന്നുന്ന ഒരു സ്ഥലത്ത് ഇവർ ചെക്ക് ചെയ്യുകയൊക്കെ ചെയ്തു. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായില്ല. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം ആ വീട്ടിൽ ശബ്ദം ഉണ്ടാകുന്നുണ്ട്. വേറൊരാൾക്ക് അങ്ങനെ കേട്ടു എന്ന് പറഞ്ഞു. വേറൊരാൾക്ക് വേറൊരു ശബ്ദം ഉണ്ടെന്ന് പറഞ്ഞു. വേറൊരാൾ ഇതിൻ്റെ മുന്നിലൊരു കല്ല് വന്ന് വീണെന്ന് പറഞ്ഞു. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ആ വീട്ടിൽ ഇവർക്ക് താമസിക്കാൻ ഒരു സുഖമില്ലാതായി. ഞാൻ ഇവരോട് പറഞ്ഞു, നിങ്ങൾക്ക് തോന്നുന്നത് കൊണ്ടാണ്, ആയിരിക്കാനാണ് സാധ്യത. ഇതങ്ങനെ നിങ്ങളെ സംസാരം കേട്ടിട്ട് എനിക്കങ്ങനെ ഇതൊരു പ്രശ്നമുള്ളതായിട്ട് തോന്നുന്നില്ല. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഞങ്ങളൊരു കാര്യം ചെയ്യും, തങ്ങളേതായാലും നമ്മൾ വീടൊന്ന് വന്ന് കാണി, എന്നിട്ട് നമുക്കൊരു തീരുമാനത്തിലെടുത്താമെന്ന്. അങ്ങനെ ഇൻഷാ അല്ലാഹ് കുറച്ച് ദൂരെയാണ്. അപ്പോൾ നമ്മൾ ഒരു ദിവസം നമ്മൾ പോയിട്ട് വീട് കണ്ടു. അപ്പോൾ ഞാൻ ആ വീട്ടിൽ പോയപ്പോൾ ഭയങ്കര രസം എന്താ വെച്ചാൽ, ഈ ഒരു പ്രശ്നം ഉണ്ടായതിന് ശേഷം അവിടെ എല്ലാ വീട്ടിലും ഇപ്പോൾ നമ്മൾ സാധാരണ ഉണ്ടല്ലോ, ഒരു 5 വരി 6 വരിയല്ല നമ്മൾ മതിൽ കെട്ടുക. അവിടെയൊക്കെ 7 വരി 8 വരി ഉണ്ട്. അപ്പം ഒരു വർഷത്തിൻ്റെ ഉള്ളിലാണ് ഈ മതിലുകളൊക്കെ പൊന്തിയത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ നമുക്ക്. ഇപ്പോൾ അതുവരെ കെട്ടിയ കല്ല്, പിന്നെ അവിടെ നിന്ന് പുതിയതായിട്ട് കെട്ടിയ കല്ലൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അതേപോലെ ഇടയ്ക്ക് വഴികളുണ്ടായിന്. ഇപ്പം നമ്മൾ പരസ്പരം വീടുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാനുള്ള വഴികൾ അതൊക്കെ ബന്ധാക്കിയിട്ടുണ്ട്. അപ്പുറം അടിച്ചിട്ടുണ്ട്, ഇപ്പുറം അടിച്ചിട്ടുണ്ട് എല്ലാ വീട്ടിലും. പിന്നെ ഞാൻ പറഞ്ഞ ഈ മതിലിൻ്റെ ഒക്കെ മേലെ ഇങ്ങനെ കുപ്പിച്ചില്ല് വെച്ചിട്ട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാൻ പറ്റാതാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ആണികൾ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇവർക്ക് മാത്രമല്ല, ഇവരെ ചുറ്റുമുള്ള എല്ലാ വീട്ടിലും ഒരു 5-6 വീട്ടിൽ ഈ പണികൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒരു ചെറിയൊരു കല്ല് വന്ന് വീണു, അല്ലെങ്കിൽ ഇവർക്ക് ഇങ്ങനെ തോന്നലിനാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ഒരു 5-6 വീട്ടുകാരെ ഇത് ബാധിച്ചിട്ടുണ്ട്. അപ്പം ഞാനവിടെ പോയി നോക്കിയിട്ടപ്പോൾ നമ്മൾ ഈ ആദ്യം കണ്ടു എന്ന് പറയുന്ന അവരുണ്ടല്ലോ, അവരോട് നമ്മൾ വിശദമായിട്ട് സംസാരിച്ചു. രണ്ടാമത് കണ്ടു എന്ന് പറയുന്ന അവരോട് നമ്മൾ വിശദമായിട്ട് സംസാരിച്ചു. ഇപ്പോൾ ഇതൊക്കെ എന്താ പ്രശ്നം എന്ന് പറയുന്നത്, നമുക്ക് ചിലപ്പോൾ ഒരു കല്ല് എവിടെയും വന്ന് വീണിട്ടുണ്ടാവും. അവർക്ക് ആദ്യത്തെ ഒരു ദിവസം അവരൊരു കല്ല് വീണിട്ടുണ്ടാവും. വേറെ എങ്ങനെയെങ്കിലും കല്ലോ വേറെ എന്തെങ്കിലും സാധനങ്ങളോ എലികളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വീണിട്ടുണ്ടാവും. ഒരു ശബ്ദം അവർ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ കാറ്റടിച്ചപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ അതൊരു ദിവസം കേട്ടു. പിറ്റേ ദിവസം മുതൽ ഇവരുണ്ടല്ലോ ആ ഭാഗത്തേക്ക് പോകുമ്പോൾ, ഇന്നലെ ഞാൻ കേട്ടല്ലോ, ഒന്ന് കാതോർക്കും. അപ്പം എന്തോ ശബ്ദമുള്ളതെന്ന് പോലെ തോന്നും. അങ്ങനെ നമ്മളിങ്ങനെ പിന്നെയും ആ വീട്ടിൽ നിൽക്കുന്ന എല്ലാവരും ഇവരിതിങ്ങനെ പറഞ്ഞുകൊണ്ട്, ഞാൻ ഇന്നലെ അവിടെ കണ്ടു, ഇവിടെ ഇങ്ങനെ ശബ്ദം കേട്ടെന്ന് പറയുമ്പോൾ, പിന്നെ ആ റൂമിലേക്ക് പോകുന്ന എല്ലാവർക്കും അവിടെ ഒരു ശബ്ദം ഉണ്ടോയെന്ന് ഇങ്ങനെ തോന്നും. നിങ്ങൾ ശബ്ദം ശരിക്കും കേട്ടിരുന്നു ചോദിച്ചാൽ, ഞാൻ കേട്ട പോലെ ഞാൻ കേട്ടു. അല്ലെങ്കിൽ എന്നോട് മറ്റേ പറഞ്ഞു, പിന്നെ ജ്യേഷ്ഠത്തി പറഞ്ഞു, അനുജത്തി പറഞ്ഞു, അങ്ങനെയാണ് പറയാം. അല്ലെങ്കിൽ ഇപ്പോൾ ഒരാളെ പേടി കൊണ്ടുപോകും മേലത്തെ റൂമിലേക്ക്. ഇപ്പോൾ അല്ലെങ്കിൽ ഒക്കെ പോകുമ്പോൾ ഒരാളെ പേടി കൊണ്ടുപോകും. അപ്പോൾ അവർ സൗണ്ട് ഉണ്ടോ, അപ്പോൾ ഇവർ കൊണ്ടുപോകണത് തന്നെ സൗണ്ട് കേൾക്കുന്നുണ്ടോ അല്ലെങ്കിൽ ആരുണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ കൂടെ ഒരാളെ കൊണ്ടുപോകണത് തന്നെ. അപ്പോൾ അവർക്കും ഈ പറഞ്ഞ പോലെ പെണ്ണുങ്ങളൊക്കെ നമുക്കറിയാമല്ലോ, അവർക്കൊക്കെ ഒരു പേടിയായിരിക്കും. അപ്പോൾ അത് മാത്രമല്ല, നമുക്കൊരു കാര്യം നമ്മൾ ഗ്രസിച്ച് കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമായിരിക്കും. അപ്പോൾ ഈ എല്ലാ മുട്ടുണ്ടാവുന്ന വീടുകൾ അല്ലെങ്കിൽ ശബ്ദം ഉണ്ടാകുന്ന വീടുകളും ഇങ്ങനെയല്ല. ഇപ്പോൾ നമ്മൾ മുട്ടുണ്ടാകുന്ന വീടുകൾ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ തന്നെ നമ്മൾ ആദ്യത്തെ ഒരു വീഡിയോ ചെയ്തതിന് ശേഷം കുറേ വീടുകളിൽ നമ്മളിങ്ങനെ മുട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട്.
അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മൾ പോയി വന്നതിന് ശേഷം അവിടെ മുട്ട് മാറി അവിടുത്തെ കാര്യങ്ങൾ മാറിയതായിട്ട് നമ്മളടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ നമുക്ക് ജെന്യുവനായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ചില കാര്യങ്ങൾ നമ്മളടുത്ത് വന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതൊരു ജെന്യുവൻ പ്രശ്നമാവാൻ സാധ്യതയില്ല എന്നുള്ളത്. അപ്പോൾ അതേപോലെ പേടിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ ആലോചിച്ചെങ്കിൽ ഒരു വീട്ടിലുണ്ടായ പ്രശ്നങ്ങൾ കൊണ്ടാണ് ആ പ്രദേശത്ത് ഒരു 5-6 വീടുകൾ തന്നെ പേടിച്ചു. ഇനിയിപ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊന്നും ആലോചിച്ചെങ്കിൽ ഞാൻ ആ സ്ഥലത്ത് വില ഉണ്ടാവില്ല, ഭൂമി വിൽപ്പനക്കാർക്ക് വില ഉണ്ടാവില്ല, ഞാൻ ആരെങ്കിലും അവിടെ വീട് എടുക്കണം, കാലി സ്ഥലം ഉണ്ടെങ്കിൽ വീട് എടുക്കാൻ മടിക്കും. അപ്പോൾ ഒരു ചെറിയ പ്രശ്നം അല്ലെങ്കിൽ ഒരു തോന്നലുണ്ടായി കഴിഞ്ഞാൽ ഒരാൾക്കുണ്ടാകുന്ന ഒരു തോന്നൽ ചിലപ്പോൾ ഒരു പ്രദേശത്തിനാകെ സ്തംഭിപ്പിക്കുന്ന അവസ്ഥയാണ്. അവർക്കൊക്കെ സംശയമായി. ഇപ്പം ചില ആളുകൾ പറയുന്നു ആരോ അതിൽ കയറി വന്നതാണ്, കള്ളം കയറിയതാണെന്ന് പറയും ചില ആളുകൾ പറയും ഇങ്ങനെ എറിഞ്ഞതാണ്, ചില ആളുകൾ പൈശാചിക പ്രശ്നങ്ങളാണ്. അതിനിടയ്ക്ക് തന്നെ ഇവർ വേറൊരു സ്ഥലത്ത് ആരെടുത്ത് വന്ന് പോയിട്ട് അവരിവരെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച പ്രശ്നങ്ങളൊക്കെ അതിൻ്റെ ഇടയിലുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ നമ്മൾ ഇത് ഉറപ്പിച്ചത് പറയാൻ പറ്റുന്നത് എന്താ വെച്ചാൽ, നമ്മൾ അവിടെ ഒരു പ്രശ്നം ഇല്ല, പക്ഷെ അവർക്ക് തോന്നിയതാണ്. അപ്പോൾ നമ്മൾ അവരോട് ഈ പ്രശ്നമില്ല, ഇങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഇല്ല, ഇതിനുള്ള സാധ്യതകൾ ഇവിടെ ഇല്ല, അങ്ങനെ സാധ്യതകൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ശബ്ദം ഉണ്ടാകുന്ന വീട്, അങ്ങനത്തെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒരു പൈശാചിക പ്രശ്നം കൊണ്ട് ശബ്ദമോ അല്ലെങ്കിൽ എറിയുന്നൊക്കെ ഉണ്ടാകുന്ന വീടുകളാണെങ്കിൽ അവിടെ വേറെയും കൂടെ കുറച്ച് ലക്ഷണങ്ങളുണ്ട്. അതും കൂടി ഉണ്ടായാലേ നമുക്ക് അതാണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അവരോട് ആ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവരില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അവിടെ അങ്ങനെ ഒരു സാധ്യത നമ്മൾ കാണുന്നില്ല എന്നുള്ള പറയാനുള്ള കാരണം. അപ്പോൾ അവർക്ക് നമ്മൾ കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് മനസ്സിലാക്കി കൊടുത്തപ്പോൾ പിന്നെ അവിടെ പ്രശ്നമില്ല. അപ്പോൾ ഇത്രയുള്ള കാര്യങ്ങൾ പലതും ചിലപ്പോൾ നമ്മൾ ഊഹിച്ചെടുക്കുക, അല്ലെങ്കിൽ നമുക്ക് ആ സമയത്തുണ്ടാകുന്ന ഒരു തെറ്റിദ്ധാരണയെന്നോ അല്ലെങ്കിൽ ആ സമയത്തുണ്ടാകുന്ന ഒരു ശബ്ദം, നമുക്കുണ്ടായൊരു പേടി, അതൊക്കെ കൊണ്ടായിരിക്കും ചിലപ്പോൾ നമുക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടാവുക. അത് പിന്നെ ഇവർ മറ്റുള്ളവരുടെയൊക്കെ പറഞ്ഞു കൊടുത്തപ്പം അത് വലിയൊരു സംഭവമായി. പിന്നീട് അടുത്ത പ്രാവശ്യം ഇത് നമ്മൾ തന്നെ ഇങ്ങനെ കാതോർത്ത് പോകും. പ്രകൃതിയല്ലേ, നല്ല പല ശബ്ദങ്ങളൊക്കെ നമുക്ക് തോന്നും. പക്ഷെ നമ്മളിങ്ങനെ ആയി നമുക്ക് ഇതന്നെയാണ് നമ്മൾ വിചാരിക്കും. നമ്മൾ ചിലപ്പോൾ ആരെങ്കിലും എടുത്ത് സമീപിക്കും, ഒരു ചിലപ്പം അതിനെ തന്നെ ഉറപ്പിക്കുന്ന രീതിയിൽ അവിടെ അങ്ങനത്തെ പ്രശ്നമുണ്ട് ഇങ്ങനത്തെ പ്രശ്നമുണ്ടെന്ന് പറയും. അപ്പോൾ പിന്നെ അത് നമ്മൾ കൂടുതൽ നമ്മൾ പേടിയിലേക്ക് വരും. അപ്പോൾ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ പേടിക്കാതെ കാര്യങ്ങൾ നേരിടാനാണ് ശ്രമിക്കേണ്ടത്. ഇനി ഇതേപോലെ ഇപ്പം നമ്മൾ പൈശാചിക പ്രശ്നങ്ങളോ അതല്ല ഒന്നുമില്ല, നമുക്കിങ്ങനെ തോന്നലുണ്ടാവുകയാണ് ഇവിടെ എന്തോ ഉണ്ട് എന്നുള്ളൊരു തോന്നൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ അസറിൻ്റെ മഗ്‌രിബിനും ശേഷം ഒരു 3 ഹദ്ദാദ് റാത്തീബ് ഓതുക. നമ്മൾ സാധാരണ ഹദ്ദാദ് റാത്തീബില്ലേ, ഒരു 3 ഹദ്ദാദ് റാത്തീബ് അസറിൻ്റെ മഗ്‌രിബിന് ശേഷം ഓതുക. ഇനി അത് ചെയ്യാൻ കഴിയില്ലെങ്കിൽ മഗ്‌രിബിന് ശേഷം ഒരു യാസീൻ സ്ഥിരമായിട്ട് വീട്ടിൽ നിന്ന് ഓതുക. എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ചിട്ടാണ് അത് യാസീൻ ഓതേണ്ടത്. എന്നിട്ട് അത് ആ വെള്ളത്തിൽ ഊതിയതിന് ശേഷം വീടിന് ചുറ്റും ആ വെള്ളം ഒന്ന് തളിക്കുക. അപ്പോൾ ഇത് 2 കാര്യങ്ങളും നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. നിങ്ങളെ സംശയങ്ങൾ മാറാൻ വേണ്ടിയിട്ടും നമ്മളുണ്ടല്ലോ ഒരു യക്കീൻ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ശബ്ദം അല്ലെങ്കിൽ ഇങ്ങനത്തെ വീടുകളിലുണ്ടാകുന്ന മുട്ട് ഇതൊക്കെ കേട്ട് പേടിക്കുന്ന കുറേ ആളുകളുണ്ട്, ഭയപ്പെടുന്ന കുറേ ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ അള്ളാഹു അവരുടെ പ്രശ്നങ്ങളൊക്കെ മാറ്റി അവർ താമസിക്കുന്ന വീട്ടിൽ സുഖവും സന്തോഷവും പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടവരെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.